السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاذكروني أذكركم واشكروا لي ولا تكفرون. صدق الله العلي العظيم. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കൗൺസിലിംഗ് 5ാമത് ക്ലാസ് അത്ഭുതം 2 രൂപത്തിൽ. ഇതാണ് ഇന്നത്തെ നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ വിഷയം. ഒന്നാമത്തേത് അല്ലാഹു മുഖേന നടപ്പിൽ വരുത്തുന്നത്. രണ്ടാമത്തേത് സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കുന്നത്. സൃഷ്ടികൾ മുഖേന ഉണ്ടാക്കുന്നതും യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ കഴിവ് മുഖേനയാണ് ഉണ്ടാകുന്നത്. പക്ഷേ സൃഷ്ടികൾ മുഖേനയാകുമ്പോൾ അത് സൃഷ്ടികൾ മുഖേന എന്നാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് അല്ലാഹു മുഖേന ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ്, ചില കാര്യങ്ങളാണ്. അല്ലാഹു തആല ഉണ്ടാക്കുന്നത് സൃഷ്ടികൾക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാഹു മുഖേന ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നമ്മുടെ മനസ്സിന് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിലും വിശുദ്ധമായിരിക്കുന്ന ഖുർആൻ, അതേപോലെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, നമുക്ക് പറഞ്ഞു തരുമ്പോൾ നാം അത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നാമത് പറഞ്ഞത് അല്ലാഹു മുഖേന ഉണ്ടാക്കുന്നത്. അല്ലാഹു മുഖേന ഉണ്ടാക്കുന്ന വിഷയങ്ങളെ സ്വാഭാവികമായും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ സംബന്ധിച്ച് പ്രകൃതിപരമാണ് ഉണ്ടാവുന്നത് എന്ന ഒരു ഓമന പേരിട്ടുകൊണ്ട് അതിനെ പറയപ്പെടുന്നു. അല്ലാഹുവിനെ വിശ്വസിക്കാത്ത നിരീശ്വരവാദികൾ, അവർ അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ കഴിവിനെയും കൊച്ചാക്കുന്നു. പക്ഷേ അവർ പ്രകൃതിയെ അംഗീകരിക്കുന്നു. അത് മറ്റൊരു വസ്തുതയാണ്. ഏതായാലും അല്ലാഹു മുഖേന ഉണ്ടാകുന്ന പല വിഷയങ്ങളും ഇന്നത്തെ സാഹചര്യത്തിൽ അത് പ്രകൃതിപരമാണെന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു മുഖേന ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് ആകാശങ്ങൾ. ആകാശത്തിൻ്റെ സൃഷ്ടിപ്പിൽ മനുഷ്യർക്ക് ബന്ധമില്ല. അത് അല്ലാഹു തന്നെയാണ് അതിൻ്റെ ഉടമസ്ഥനും നിയന്താവും നിയന്ത്രിക്കുന്നവനും സൃഷ്ടികർത്താവും. ഇത് അല്ലാഹു മാത്രമാകുന്നു. ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മനുഷ്യൻ, മലക്ക്, ജിന്ന്, ജീവൻ, വായു, സമുദ്രങ്ങൾ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങളുണ്ട്. ഈ എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ ഇത് മുഴുവനും അല്ലാഹു തആല സൃഷ്ടിച്ചതാകുന്നു.
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ മനുഷ്യർക്ക് യാതൊരു പങ്കും ഇല്ല തന്നെ. അതേപോലെ തന്നെ സ്വർഗം, നരകം, അതേപോലെയുള്ള വിഷയങ്ങളും അങ്ങനെയുള്ള പല വിഷയങ്ങളും അള്ളാഹു മുഖേനയാണ് ഉണ്ടാകുന്നത്. ഇതാണ് അത്ഭുതങ്ങളിൽ ഒന്നാമത്തേതായി നമുക്ക് പരിചയപ്പെടുത്താൻ ഉള്ളത്.